ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തീവ്രമായി ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തും എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ആഗ്രഹിച്ചതെല്ലാം യൂണിവേഴ്സ് എങ്ങനെയാണ് എത്തിച്ചു തരുന്നത് എന്ന്. നമ്മുടെ സ്വപ്നങ്ങൾ എന്തു തന്നെ ആയാലും നമുക്കത് നേടിയെടുക്കാൻ അനുയോജ്യമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും യൂണിവേഴ്സ് ഒരുക്കി തരും എന്നതാണ് പ്രപഞ്ച സത്യം. ഈ പ്രപഞ്ചത്തിന് എല്ലാറ്റിനും ഒരു നിയമമുണ്ട്. നമുക്കത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ നിയമം അനുസരിച്ച് ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണ നിയമം ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കിയത്. അന്ന് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണില്ലായിരുന്നെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണ നിയമം നടക്കുന്നുണ്ട്. അതിനെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നമ്മളിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിക്കാത്തത്? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആകർഷിച്ചെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അതായത് ഞാൻ വേണ്ട എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത്? എനിക്ക് എപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അത് തന്നെയാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മോചനം വേണം എന്നാണ് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു മാറ്റവും വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവ് ഇല്ലെന്നതാണ് സത്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചിന്തകളാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ലോകം എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ പുറമേയുള്ള ലോകവും. മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളും ആവർത്തിച്ചാവർത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ ചിന്തകളുമാണ്. നമ്മൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എനർജിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എനർജിയെ നശിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു എനർജിയെ മറ്റൊരു എനർജിയായി രൂപമാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാണോ എനർജി ഫ്ലോ ചെയ്യുന്നത് അവിടെയെല്ലാം ഒരു വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിന്തകൾക്കെല്ലാം ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എനർജി ഫ്ലോ ചെയ്യുകയും അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും അതിൽ നിന്ന് ഫ്രീക്വൻസി പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സമാനമായ കാര്യങ്ങൾ നമ്മിൽ ആകർഷിക്കുമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നത്? മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോഴും നമുക്ക് മറ്റൊരാളോട് അസൂയ, വെറുപ്പ്, ദേഷ്യം എന്നിവ കൊണ്ട് നടക്കുമ്പോഴും നമ്മുടെ ഫ്രീക്വൻസി വളരെ താഴ്ന്നതായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ പോസിറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ എപ്പോഴും ഹൈ ഫ്രീക്വൻസിയിൽ ആയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാതെ മറ്റുള്ളവരുടെ തെറ്റ് പുറത്തു കൊടുക്കുവാനും എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായാൽ മാത്രമേ പോസിറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ സംഭവിക്കുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷന്റെ ബേസ് ആണ് FTPE. നമ്മുടെ ചിന്തകൾ പോസിറ്റീവായി കഴിഞ്ഞാൽ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച കാര്യത്തിനെ കുറിച്ച് വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ. ആ ചിന്തകളിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഫീലിങ്സ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫീൽ എന്താണോ അതേ ഫീലിംഗോടുകൂടി നമുക്കത് കാണാൻ കഴിയണം. സെക്കൻഡ് വൺ, തോട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാർ വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ ഏത് കാറാണ് വാങ്ങേണ്ടത്, ഏത് കളറായിരിക്കണം, അതിന്റെ മോഡൽ ഏതാവണം, അങ്ങനെ നമ്മുടെ ചിന്തകളെല്ലാം അതിനെ പറ്റിയായിരിക്കണം. തേർഡ് വൺ, ബിലീഫ്സ്. യൂണിവേഴ്സിനോട് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുമോ ഇല്ലയോ എന്ന സംശയം ഉണ്ടാവാൻ പാടില്ല. അത് നേടിയതായിട്ട് തന്നെ വിശ്വസിക്കണം. സംശയം വരുംതോറും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക.
നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാർ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫീൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഏത് കാറാണ് വേണ്ടത്, അതിന്റെ കളർ ഏതായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമായി. നമുക്കത് കിട്ടുമെന്നുള്ള വിശ്വാസവും വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് അതിന്റെ ഷോറൂം എവിടെയാണ്, വണ്ടിയുടെ വില എത്രയാണ്, റെഡി ക്യാഷ് ഇല്ലെങ്കിൽ EMI എടുക്കുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയണം. വണ്ടിക്ക് ആദ്യ തവണ അടച്ചു കഴിഞ്ഞാൽ വണ്ടി എന്ന് കിട്ടും എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടാവും. അതെല്ലാം വ്യക്തമായി അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളെ നേരിൽ കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു എന്നതാണ് മീൻ ചെയ്യുന്നത്. സോ ഈ ലോകത്ത് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല. മനസ്സ് എന്ന് പറയുന്ന ഈ മാന്ത്രിക ചെപ്പിനെ നമുക്കൊന്ന് തുറക്കാൻ സാധിച്ചാൽ ഗംഭീര റിസൾട്ടാണ്. ഒറ്റ കാര്യമുള്ളൂ, പേഷ്യൻസ് വേണം. നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കുവാനുള്ള കഴിവുണ്ടാകണം. സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് വേണം, ആക്ഷൻസ് വേണം. നൗ ലെറ്റ്സ് കൺക്ലൂഡ് ഇറ്റ്. വർക്ക് ഹാർഡ്, തിങ്ക് സ്മാർട്ട്, റിസൾട്ട് ഇൻ സക്സസ്.